സ്വാഗതം. ഇന്ത്യ വേഴ്സസ് എൻ ഡി എയിലേക്ക് ഒരിക്കൽ കൂടി. ഇന്ന് നമ്മൾ പരിശോധിക്കുന്ന മധ്യപ്രദേശാണ്. 29 ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനം. 2014-ലും 2019-ലും ലോക്സഭയിൽ BJPക്ക് കേവല ഭൂരിപക്ഷം നൽകുന്നതിൽ വലിയ സംഭാവനയാണ് മധ്യപ്രദേശ് നൽകിയത്. 2014-ൽ 27 സീറ്റുകൾ BJP നേടിയപ്പോൾ 2 സീറ്റായിരുന്നു കോൺഗ്രസിന് കിട്ടിയത്. 2019-ൽ അത് 28 സീറ്റാക്കി BJP വർദ്ധിപ്പിച്ചപ്പോൾ കോൺഗ്രസിന് 1 സീറ്റിലേക്ക് ചുരുങ്ങേണ്ടി വന്നു. 2019-ൽ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം പരിശോധിക്കുമ്പോൾ BJPക്ക് 60% വോട്ടാണ് മധ്യപ്രദേശിൽ കിട്ടിയത്. കോൺഗ്രസിൻ്റെ വോട്ട് ശതമാനം എന്ന് പറയുന്നത് 35.8 മാത്രമായിട്ട് ചുരുങ്ങി. അതുമാത്രമല്ല, BJP ജയിച്ച 28 സീറ്റിൽ 2 എണ്ണത്തിൽ മാത്രമാണ് ഭൂരിപക്ഷം 1 ലക്ഷത്തിന് താഴെ പോയത്. 1 ലക്ഷത്തിന് താഴെ എന്ന് പറയുമ്പോൾ 90,000-ന് മുകളിലാണ്. 1 ലക്ഷത്തിൽ തൊട്ട് താഴെ മാത്രം. ഈ 28 മണ്ഡലങ്ങളിൽ ഈ 2 എണ്ണത്തിൽ മാത്രമാണ് ഭൂരിപക്ഷം 1 ലക്ഷത്തിൽ താഴെയായത്. കോൺഗ്രസ് ആകെ ജയിച്ചത് ചിന്ദ്വാഡയിൽ മാത്രം. കോൺഗ്രസ് നേതാവ് കമൽനാഥിൻ്റെ മകൻ നകുൽനാഥാണ് ഇവിടെ വിജയിച്ചത്. 2019 നിന്ന് 2024 എത്തുമ്പോൾ എന്തെങ്കിലും മാറ്റം മധ്യപ്രദേശിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് ആദ്യം നോക്കാം. നമുക്കിപ്പോൾ ഉള്ളത് സീനിയർ ജേർണലിസ്റ്റ് ശ്രീത് ദിവാകരനാണ്. ശ്രീത്, ഈ 2019 ശേഷം അവിടെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അവിടെ വലിയ വിജയം BJP നേടുന്നു. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ എന്തെങ്കിലും മാറ്റം മധ്യപ്രദേശിലുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഇപ്പം വലിയൊരു അത്ഭുതങ്ങളൊന്നും മധ്യപ്രദേശിൽ സംഭവിക്കില്ല എന്നുള്ളതാണ് ഒരു പൊതുവെ കരുതുന്നത്. എന്നാലും പ്രധാനമായിട്ട് ഇപ്പോൾ 2 ഘട്ടത്തിലെ പോളിംഗ് അവസാനിച്ച് കഴിഞ്ഞിരിക്കുന്നു. 3-ാം ഘട്ടം അടുത്തിരിക്കുമ്പോൾ ഈ 2019 നിന്നുള്ളൊരു വലിയ മാറ്റമായിട്ട് തോന്നുന്നത് ഈ അത്ഭുതകരമായിട്ടുള്ള ഈ പോളിംഗ് ശതമാനത്തിൽ ഒരു കുറവാണ്. അതിപ്പോൾ 4-5 മാസം മുമ്പേ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. അതിലൊരു 77% പോളിംഗ് നടന്നിട്ടുള്ള മധ്യപ്രദേശിൽ ഇപ്പോൾ ഒരു 2 ഘട്ടത്തിൽ നിന്ന് ആവറേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 63% മറ്റുമാണ് ഇപ്പോൾ പോളിംഗ് നടന്നിട്ടുള്ളത്. ഇപ്പോൾ ചൂടൊക്കെ തുടങ്ങി പല കാര്യങ്ങളും പല നേതാക്കളും കാണിക്കുന്നുണ്ട്. പക്ഷേ പ്രത്യക്ഷമായിട്ടുള്ളൊരു തരംഗങ്ങളുടെ അഭാവം ഇവിടെ ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ ഇന്ത്യ ടുഡേയുടെ ഒരു വീഡിയോ ഡെസ്കിന് വേണ്ടിയിട്ട് പ്രീതി ചൗധരി എന്ന് പറയുന്ന പരിചയമുള്ള ഒരു ജേർണലിസ്റ്റ് ചെയ്തിട്ടുള്ളൊരു ഈ മധ്യപ്രദേശിലെ ഗ്രാമങ്ങളിലൂടെ നടത്തുന്ന ഒരു യാത്രയുടെ ഒരു സ്റ്റോറി ഉണ്ട്. അതിൽ ആൾക്കാരുടെ ഒരു പ്രതികരണം ശ്രദ്ധിച്ചറിയാം. അതായത് മുഴുവൻ ഈ ഗ്രാമങ്ങളിലൂടെയുള്ള സഞ്ചാരമാണ്. ഇതിൽ അവിടെ പ്രധാനമായിട്ടും ഈ ഫൂല് സാത്ത് എന്ന് പറയുന്ന താമര കൈപ്പത്തി എന്ന് പറയുന്ന 2 ഓപ്ഷനേ ഉള്ളൂ. അതിൽ ഈ ഫൂല് ജയിക്കുന്ന എന്ന് വിചാരിക്കുന്ന ആൾക്കാർ തന്നെ ഒരു തരത്തിലൊരു നിരാശയിലാണ്. അവർക്ക് ഒരു പരാതിയുടെ വലിയ കെട്ടുണ്ട് അവർ ഓരോരുത്തരുടെയും കയ്യിൽ. അപ്പോൾ അവർ പറയുന്നുണ്ട് അത്. അപ്പോൾ എന്നിട്ട് പക്ഷെ അവർ മറ്റേ ജയിക്കുന്ന പറയുമ്പോൾ എന്താണ് മാറ്റി വോട്ട് ചെയ്യിക്കാത്തത് എന്ന് ഈ പ്രീതി ചൗധരി ചോദിക്കുന്നുണ്ട്. അപ്പം ഇതിലൊരു മറുപടി അവർ പറയുന്ന ഒരു രസമായിട്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളിപ്പോൾ മാറ്റി ചെയ്തിട്ട് എന്താ കാര്യം? ഈ പൂരാ സമാജ് വിജയിച്ച് ജയിക്കുന്നതാണ് കരുതുന്നത് എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു കരുതലിൻ്റെ ഒരു ഭാഗമുണ്ട്. BJPയുടെ തന്നെ നേതാക്കൾ പലരും പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ BJP ജയിക്കും എന്നുള്ളൊരു എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് വലിയ എന്ത്യൂസിയാസം ഇല്ലാത്തതെന്നുള്ളതാണ്. പക്ഷെ ഒരു മധ്യപ്രദേശിൻ്റെ ഒരു സ്വഭാവം തന്നെ ഏതാണ്ട് അതേപോലെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാവുന്ന മാതിരി അവിഭക്ത മധ്യപ്രദേശിൽ 40 സീറ്റാണല്ലോ ഉണ്ടായിരുന്നത്. ഛത്തീസ്ഗഡിലെ ഇപ്പോഴത്തെ ഒരു 11-ഉം ഇപ്പോഴത്തെ മധ്യപ്രദേശിൽ 29-ഉം ചേർത്തിട്ട് 40 സീറ്റ്. അതിൽ ആ 40 സീറ്റും കോൺഗ്രസ് ജയിച്ചിരുന്ന എത്രയോ തവണയുണ്ട്. പക്ഷേ എന്നാൽ അതേസമയം തന്നെ 1990-ൽ BJP ദേശീയ തലത്തിൽ വലിയ ഇതൊന്നും ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് നിർത്തുന്നതിന് മുമ്പ്, ഈ ബാബരി പള്ളി പൊളിക്കുന്നതിന് മുമ്പ്, ഈ രാമജന്മഭൂമി കലാപത്തിൻ്റെ കാലത്ത് ആകെയുള്ള 320 സീറ്റിൽ, ഈ അവിഭക്ത മധ്യപ്രദേശിലെ ആകെയുള്ള 320 സീറ്റിൽ 220-ഉം ജയിച്ചിട്ടാണ് BJP അധികാരത്തിൽ വന്നത്. അന്ന് ഈ സുന്ദർലാൽ പട്വ എന്ന് പറയുന്ന കക്ഷിയായിരുന്നു മുഖ്യമന്ത്രിയായത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഈ സ്റ്റേറ്റ് എന്നാണല്ലോ പെട്ടെന്നാണല്ലോ ഈ മധ്യപ്രദേശ്, ബീഹാർ, ഉത്തർപ്രദേശും മധ്യപ്രദേശുമാണ്. അപ്പോൾ രാജസ്ഥാൻ കൂടി ചേർന്നിട്ടാണ് പൊതുവെ ഈ ഭീമാരു സ്റ്റേറ്റ്സ് എന്ന് ഞാൻ പറയുന്നത്. അതായത് ഈ ഹിന്ദി ഹാർട്ട്ലൈൻസിലെ ഏറ്റവും ദരിദ്ര പ്രദേശങ്ങളാണ് പറയുന്നത്. പക്ഷെ എന്നിട്ടും ഈ UPയുടെയും ബീഹാറിൻ്റെയും എല്ലാ ഇതുണ്ടെങ്കിലും UP ബീഹാർ പ്രദേശത്തെ ഈ ജാതി രാഷ്ട്രീയവും സോഷ്യലിസ്റ്റ് രാഷ്ട്രീയമൊന്നും ഭയങ്കരമായിട്ടൊന്നും ഈ മധ്യപ്രദേശിൽ ബാധിച്ചിട്ടില്ല. ഇപ്പം നമുക്ക് അറിയാമെന്ന് വെച്ചാൽ നമ്മുടെ ഈ മറ്റേ ശരദ് യാദവ് ഈ മധ്യപ്രദേശിലെ ഈ ഹോഷംഗാബാദ് എന്ന് പറയുന്ന ജില്ലയിൽ ജനിച്ചിട്ട് അവിടുത്തെ ജബൽപൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സണൊക്കെ ആയിരുന്നു. പുള്ളി അവിടെ നിന്നാണ് ഈ ലോക്കിയറ്റ് പൊളിറ്റിക്സ് ആരംഭിക്കുന്നത്. പുള്ളി 2 തവണ ജബൽപൂരിൽ ജയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയം അവരുടെ ഒരു ലോക്കിയറ്റ് സോഷ്യലിസ്റ്റ് ഒരു കാസ്റ്റ് പൊളിറ്റിക്സിന് മധ്യപ്രദേശിൽ വലിയ പേരൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് പുള്ളി ബീഹാറിലേക്ക് രാഷ്ട്രീയ ജീവിതം തന്നെ പറിച്ചേർന്നത്. ഇപ്പോൾ കൻഷിറാമും ഒരു കാലത്ത് അവരുടെ ഈ BS4 എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യമായിരുന്നല്ലോ കൻഷിറാമിൻ്റെ ഉണ്ടായിരുന്നത്, ദലിത് ശോഷിത്
സമാജ് സംഘർഷൻ സമിതി എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് മധ്യപ്രദേശിനെ പഞ്ചാബിലേക്ക് കാണുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അത് യു പിയിലാണല്ലോ കൂടുതലായിട്ട് വളർന്നത്. ശരിക്കും അതിനുശേഷവും മായാവതി യു പിയിൽ പ്രവർത്തിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഘൻശ്യാമിൻ്റെ ഒരു ശ്രദ്ധ മധ്യപ്രദേശിലൊക്കെ ആയിരുന്നു. പക്ഷേ വൈകാതെ തന്നെ അതും ശോഷിക്കുകയും ഈ കോൺഗ്രസ് BJP സമവാക്യത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. ഇപ്പോൾ 93-ലും 98-ലും ദിഗ്വിജയ് സിംഗ് കോൺഗ്രസിലേക്ക് കോൺഗ്രസിനെ അധികാരത്തിലെത്തി. 2003 പക്ഷെ വീണ്ടും BJP അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യം ഉമാഭാരതിയാണ് ആവുന്നത്. സ്വാഭാവികമായിട്ട് അത് 2003 അപ്പോൾ ഉമാഭാരതിയാണെങ്കിൽ ഈ ഹിന്ദുത്വ പൊളിറ്റിക്സിൻ്റെ ഒരു ഐക്കണായിരുന്നു. ഈ ബാബരി പള്ളി പൊളിക്കുന്നതിന് വലിയൊരാളായിരുന്നു. പക്ഷെ ഒരു വർഷം കഴിയുമ്പോൾ ഉമാഭാരതി മാറ്റി, പിന്നെ ബാബുലാൽ ഗൗർ വന്നു. അതിനുശേഷം ശിവരാജ് സിംഗ് ചൗഹാൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഏതാണ്ട് 20 വർഷമായിട്ട് കഴിഞ്ഞ 2023 ഡിസംബറിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായിട്ട് പുതിയ മുഖ്യമന്ത്രി വരുന്നത് വരെ ഈ ശിവരാജ് സിംഗ് ചൗഹാനായിരുന്നു കഴിഞ്ഞൊരു 20 വർഷമായിട്ട് മധ്യപ്രദേശിനെ നയിച്ചുകൊണ്ടിരുന്ന BJP. അപ്പോൾ ഞാൻ ഈ ഇലക്ഷനെ പ്രധാനമായിട്ടും കാണുന്നത്, ഇപ്പോൾ മാവാജി എന്നൊക്കെ സ്വയം വിളിക്കണം, ഈ പാർട്ടികൾക്ക് അതീതമായിട്ടുള്ള ജനപ്രിയത ചിലപ്പോൾ ഒരുപക്ഷെ BJP നേതാക്കന്മാരുടെ ഏറ്റവും കൂടുതൽ നരേന്ദ്രമോദിക്ക് ഏറ്റവും ജനപ്രീതിയുള്ള അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ അകത്താണ് എപ്പോഴും. പാർട്ടിയെ അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്ന ആൾക്കാർ ഇപ്പോൾ എതിർ പാർട്ടിക്കാർക്ക് ഒരിക്കലും മറ്റേ മോഡിയോട് വലിയ സ്നേഹമൊന്നുമില്ല. അതേസമയം എതിർ പാർട്ടിക്കാർക്ക് വരെ ഒരു സ്നേഹബഹുമാനമുള്ള നേതാവായിട്ടാണ് ഈ ശിവരാജ് സിംഗ് ചൗഹാനായി അറിയപ്പെടുന്നത്. അപ്പോൾ അത് കാരണം ഇപ്പം രാജീവ് ചോദിച്ചൊരു ചോദ്യത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ 2019 നിന്ന് 2024 വരുമ്പോൾ ഈ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഞാൻ പ്രധാനമായിട്ടും കാണുന്നത് ഈ ശിവരാജ് സിംഗ് ചൗഹാൻ്റെ നേതൃത്വത്തിലല്ലാതെ BJP മധ്യപ്രദേശിൽ നേരിടുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ ഒരു 2 പതിറ്റാണ്ടിനിടെ BJP അങ്ങനെ നേരിടുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണെന്ന് പറയുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഈ പ്രത്യക്ഷത്തിൽ മോഡി തരംഗത്തിൻ്റെ ഒരു അഭാവം കൂടി ചേരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കുറച്ചൊരു കൗതുകമുള്ള തെരഞ്ഞെടുപ്പായിട്ട് മാറുന്നുണ്ട്. ഇപ്പോൾ 4 ഘട്ടമായിട്ടാണ് അവിടെ പോളിംഗ്. ഏപ്രിൽ 19-നും 26-നുമാണ് 2 ഘട്ടങ്ങൾ കഴിഞ്ഞത്. മെയ് 7-നും 13-നും അടുത്ത ഘട്ടങ്ങൾ നടക്കുന്നു. ശ്രീത്ത് ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ആദ്യ 2 ഘട്ടങ്ങളിലായി 13 സീറ്റുകളിലാണ് പോളിംഗ് നടന്നത്. ആദ്യഘട്ടത്തിൽ 7 സീറ്റുകളിലും, പിന്നീട് അപ്പോൾ ആദ്യഘട്ടത്തിൽ 6-ഉം പിന്നീട് 7 സീറ്റും. ഈ ആദ്യഘട്ടത്തിൽ പോളിംഗ് നടന്ന സീറ്റുകളിൽ 2019 75% പോളിംഗ് ഉണ്ടായിരുന്നു. അത് 67% കുറഞ്ഞിട്ടുണ്ട്. രണ്ടാം ഘട്ടത്തിൽ 2019 67% പോളിംഗ്, അത് 59% കുറഞ്ഞത്. ഈ 2 ഘട്ടങ്ങളിലും രാജ്യത്താകെ പോളിംഗ് ശതമാനത്തിൽ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ മധ്യപ്രദേശിൽ കൂടുതൽ കുറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് ഒരു 8 മുതൽ 9% വരെയുള്ള കുറവ് ശരാശരി ഉണ്ട് എന്നാണ് മധ്യപ്രദേശിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ കുറവ് എന്തെങ്കിലും ഒരു സൂചന, ഇത് കൂടുതൽ ബുദ്ധിമുട്ടിക്കുക അല്ലെങ്കിൽ ആശങ്ക ഉണ്ടാക്കുക BJPക്കാണോ അതോ കോൺഗ്രസിനാണോ? സ്വാഭാവികമായിട്ടും അത് BJPക്ക് തന്നെയാണ് അതിൽ ആശങ്കയുള്ളത്. പോളിംഗ് ശതമാനത്തിൽ ഒരു കുറവ് വളരെ പ്രധാനമാണ്. ഇപ്പോൾ പ്രത്യേകിച്ചും നമുക്ക് കാണേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2023 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു വിജയം ഉണ്ടാകാനായിട്ട് BJPക്കുള്ളൊരു കാരണം തന്നെ അന്ന് ഉണ്ടായിട്ടുള്ളത്. അതായത് 2018 മറ്റേ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 41% BJPക്ക് കിട്ടിയ പെർസെൻറ്റേജ്. അത് 2023 48.5 ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ്. മറ്റ് സീറ്റുകളും ഭൂരിപക്ഷവും നമ്മളവിടെ ഭൂരിപക്ഷത്തിൽ നേരത്തെ രാജീവ് സൂചിപ്പിച്ചു, ഭൂരിപക്ഷത്തിൽ ഉണ്ടായിട്ടുള്ള ഭയങ്കര വർധനവ് ഉണ്ടായിട്ടുള്ളത്. ആ ഭൂരിപക്ഷത്തിൽ വർധന, സീറ്റിൻ്റെ വർധന, ഈ BJP കിട്ടിയിട്ടുള്ള ഈ വോട്ടിംഗ് ശതമാനത്തിൻ്റെ വർധനയൊക്കെ 2019 വമ്പിച്ച ഒരു പോളിംഗ് ശതമാനത്തിൻ്റെ കൂടി റിഫ്ലക്ഷനായിട്ടാണ് പൊതുവെ സഫോളജിസ്റ്റുകൾ കണക്കാക്കുന്നത്. കാരണം 77% മുകളിലായിരുന്നു നിയമസഭാ ഇലക്ഷൻ. അതായത് വെറും 5 മാസം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ 77% മുകളിലുള്ളൊരു പോളിംഗ് നടന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ഔത്സുക്യം ഇത്തവണ വോട്ട് ചെയ്യാനായിട്ട് ജനങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളത്. അത് പക്ഷെ രാജ്യത്തിനുടനീളം കുറച്ച് അതിലൊരു കുറവ് കാണുന്നത്. അതായത് കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതുപോലെ ഒരു മോഡി തരംഗം രാജ്യത്തില്ല എന്ന് പറയുന്ന ഒരു സൂചനയായിട്ട് എല്ലാവരും അതിനെ കാണാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഔത്സുക്യം, ആ എന്തൂസിയാസം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലില്ല. വേറെ ആവർത്തിച്ച് മോഡി എന്ന് ഓരോ തെരഞ്ഞെടുപ്പിലും പറഞ്ഞതിൻ്റെ ഒരു മടുപ്പ് സാധാരണ ജനങ്ങൾക്കുണ്ട്. അതും ഇപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനൊരു മടുപ്പ് എന്ന് പറയുന്ന വോട്ടർമാരുടെ താല്പര്യക്കുറവെന്ന് പറയുന്നത് ഭരണപക്ഷത്തോടുള്ളൊരു വിപ്രവൃത്തിയായിട്ടാണ് നമ്മൾ ഈ പൊതുവെ തെരഞ്ഞെടുപ്പിൽ പോരാതെ. ഇപ്പോൾ വേനൽക്കാലമാണ് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതുപോലത്തെ പ്രതിസന്ധിയാണ്. പ്രത്യേകിച്ചും ഈ രാജ്യത്തെ ഏറ്റവും ഈ പറയുന്ന
പാവപ്പെട്ട മനുഷ്യർ പാർക്കുന്നൊരു സ്ഥലമാണ് മധ്യപ്രദേശ്. മധ്യപ്രദേശിൽ ഈ കൃഷിയിടങ്ങളിലെ വരൾച്ച ഒരു പ്രശ്നമുണ്ട്, കുടിവെള്ളത്തിൻ്റെ അഭാവമുണ്ട്, പിന്നെ ഈ കന്നുകാലികൾ ചൂടത്ത് ധാരാളമായിട്ട് ചത്തുപോകും. ശരിക്കും അതൊരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, സാധാരണ കർഷകരെയും ദരിദ്രരെയും ഗ്രാമീണരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു പീഡാനുഭവങ്ങളുടെ ഒരു സീസണാണ്. അപ്പോൾ ഈ സീസണിൽ തെരഞ്ഞെടുപ്പിൽ ആരോടെങ്കിലും പ്രത്യേകമായിട്ടൊരു എന്തൂസിയാസം ജനത്തിലില്ലെങ്കിൽ അവർ പൊതുവെ ന്യൂക്കരാണ് എന്നുള്ളതാണ് അർത്ഥം. അത് ഈ പറഞ്ഞ പാർട്ടിക്ക് പൊതുവെ ഒരു ഗുണകരമാവില്ല. അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിലെ പോളിംഗിന് ശേഷം വളരെ സവിശേഷമായ മധ്യപ്രദേശിൽ കുറഞ്ഞ എനിക്ക് സിംഗിളായിട്ട് മറ്റേ വയർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നേതാക്കന്മാരുടെയും മന്ത്രിമാരുടെയും MLA-മാരുടെയും ഒരു അടിയന്തര യോഗം അമിത്ഷായി ഭോപ്പാലിൽ വിളിച്ചു ചേർന്നു. അതായത് വരുന്ന ഘട്ടങ്ങളിൽ ഈ പോളിംഗ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്കും ഇപ്പോഴുള്ള സ്ഥാനം പോലും ഉണ്ടാവില്ല എന്ന് അമിത്ഷാ ഭീഷണിപ്പെടുത്തി എന്നാണ് വയറിൻ്റെ റിപ്പോർട്ട്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ BJPക്ക് നല്ല പേടി തട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് കാണേണ്ടത് ഈ 2 ഘട്ടങ്ങളിലുമായിട്ട് മിക്കവാറും സീറ്റുകളിൽ സ്ത്രീകളുടെ വോട്ടിംഗ് പല മണ്ഡലങ്ങളിലും 15% മറ്റുമാണ് സ്ത്രീ വോട്ടർമാരുടെ കുറവുണ്ടായിട്ടുള്ളത്. അപ്പോൾ 2023 നിയമസഭാ ഇലക്ഷന് ഇവർക്ക് കിട്ടിയിട്ടുള്ള ഒരു പിന്തുണ എന്ന് തന്നെ കരുതുന്നത് ഈ സ്ത്രീ വോട്ടർമാരുടെ പിന്തുണയായിട്ടാണ്. പിന്നെ പ്രത്യേകിച്ച് ഈ സ്ത്രീ വോട്ടർമാരും അർബൻ വോട്ടർമാരുമാണ് പൊതുവെ BJPക്ക് ഉണ്ടായിട്ടുള്ളൊരു കിട്ടുന്നൊരു എന്ന് വെച്ചാൽ അവരുടെ പിന്തുണ എന്നുള്ളതാണ് അവരുടെ ഒരു കണക്ക്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പോളിംഗ് ശതമാനത്തിലുള്ള ഒരു കുറവ് എന്തായാലും ഒരു കൺസേൺ തന്നെയാണ് രാജീവ്. ഈ 2003 മുതൽ ഇങ്ങോട്ട് BJPയുടെ ഭരണം, അതിൽ ഏതാണ്ട് 2 പതിറ്റാണ്ട് ശിവരാജ് സിംഗ് ചൗഹാൻ്റെ നേതൃത്വത്തിലുള്ള BJPയുടെ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ, ഇതിലേക അപവാദം എന്ന് പറയുന്നത് 2018 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ചതാണ്. അന്ന് കമൽനാഥ് മുഖ്യമന്ത്രിയായി. പക്ഷേ അധികം വൈകാതെ, ഈ 2018 ജയിച്ചെങ്കിൽ പോലും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 28 സീറ്റിൽ BJP വിജയിക്കുന്നുണ്ട്. ഈ 2018 വിജയം പോലും അധികം വൈകാതെ BJP അട്ടിമറിക്കുന്നുണ്ട്. ഈ 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ BJP 163 സീറ്റിൽ ജയിച്ചാണ് അധികാരം നിലനിർത്തുന്നത്. കോൺഗ്രസ് 66 സീറ്റിലേക്ക് ചുരുങ്ങുകയും ചെയ്യുന്നു. ഇത് BJPയുടെ ആത്മവിശ്വാസം വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നൊരു കണക്കാണിത്. മാസങ്ങൾക്ക് മുമ്പ് മാത്രം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 163 സീറ്റിൽ വിജയിക്കുക, അല്ലെങ്കിൽ അത്രയും വലിയ സംഖ്യ വിജയിക്കാൻ കഴിയുക എന്നുള്ളത്. കോൺഗ്രസ് ആണെങ്കിൽ വലിയ പ്രതീക്ഷ വച്ചിരുന്നു, പക്ഷേ 66 സീറ്റിലേക്ക് ചുരുങ്ങി. ഇത് BJPയുടെ ആത്മവിശ്വാസം കൂട്ടുന്നൊരു ഘടകമാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ ആഘാതത്തിൽ നിന്ന് മറികടക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അല്ല, ഇത് ബേസിക്കലി പറഞ്ഞ മാതിരി തന്നെ BJPയുടെ ഒരു ആത്മവിശ്വാസം വർദ്ധിച്ചിട്ടുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ടാണല്ലോ ഈ ശിവരാജ് സിംഗ് ചൗഹാനെ മറികടന്നിട്ട് ഉജ്ജയിനിൽ നിന്നുള്ള ഒരു താരതമ്യേന പ്രസക്തനായിട്ടുള്ള ഈ മോഹൻ യാദവ് എന്ന് പറയുന്ന ഒരാളെ മുഖ്യമന്ത്രിയാക്കാനായിട്ട് ഇവർ തയ്യാറായി. 10 വർഷമായിട്ടുള്ളൂ അദ്ദേഹം MLA ആയിട്ട്, 3 വർഷം മാത്രമാണ് മന്ത്രിയായിട്ടുള്ളത്. ഉജ്ജയിൻ്റെ പുറത്ത് മധ്യപ്രദേശിൽ വലിയ പേരൊന്നും ഇല്ലാത്ത, അങ്ങനെ ഒട്ടും പ്രശസ്തൻ പോലും അല്ലാത്ത ഒരാളെ മാറ്റിയിട്ട് ഒരാളെ കൊണ്ടുവരാനായിട്ട് ശരിക്കും 2 പതിറ്റാണ്ടിലേറെയായിട്ട് BJP സിംഗിൾ ഹാൻഡഡ്ലി നയിക്കുന്ന അതീവ പോപ്പുലറായിട്ടുള്ള ഒരാളെ മാറ്റിയിട്ടാണ് മോദി സംഘം ഇങ്ങനെ ഒരാളെ കൊണ്ട് നിയമിക്കുന്നത്. അതൊരു കോൺഫിഡൻസ് അല്ലാതെ മറ്റൊരു സംഭവമല്ല. പക്ഷെ പോരാത്തതിനെ ഈ ദേശീയ തലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരൊരു ലക്ഷ്യം OBC വോട്ടാണ്. അപ്പോൾ മധ്യപ്രദേശ് പോലെ തന്നെ വളരെ പ്രധാനമാണ് UP, ബീഹാർ. ഈ 3 സംസ്ഥാനങ്ങളിലെ OBCയുടെ ഒരു വലിയ ചങ്ക് എന്ന് പറയുന്നത് യാദവ് വോട്ടുകളാണ്. ഈ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ഒരു പൊതു സ്വഭാവം കാരണം UPയിലും ബീഹാറിലും യാദവർക്കെതിരായിട്ടാണ് BJPയുടെ പോർട്ടൽ സ്റ്റാൻഡ്. ഇപ്പോൾ മുലായം സിംഗ് അഖിലേഷ് സിംഗ് യാദവും പൊതുവെ യാദവർക്ക് വേണ്ടി മാത്രമാണ് ഭരിക്കുന്നതെന്നും യാദവരെ പോലീസിലേക്ക് അനധികൃതമായിട്ട് എടുക്കുന്നു, അവർക്ക് അത് നൽകുന്നു, ഇത് നൽകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഒരു ആരോപണം BJP ഉന്നയിക്കാറുണ്ട്. അതേപോലെ തന്നെ ബീഹാറിൽ ലാലു പ്രസാദിനും തേജസ്വിക്കും എതിരെയുള്ള പ്രധാനപ്പെട്ട ഒരു ആരോപണം ഈ ആൻറ്റി യാദവ് എന്ന് പറയുന്ന ഒരു പ്രചാരണത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കുറവ് കൂടി മാറ്റുക എന്നുള്ള രീതിയിലാണ് ഇവരൊരു മറ്റേ മോഹൻ യാദവിനെ ഇവിടെ മുഖ്യമന്ത്രിയായിട്ട് നിയമിച്ചിട്ടുള്ളത്. അതിൻ്റെ അപ്പുറത്ത് BJPയുടെ ഒരു വലിയൊരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് മറ്റേ അവരുടെ ഒരു വോട്ട് ശതമാനം കൂട്ടിയിട്ടുണ്ടെന്നുള്ളതും, ഇതേപോലെ കോൺഗ്രസ് നേതാക്കൾ BJPയിൽ എത്തിയിട്ടുള്ളതും. ഇപ്പോൾ കോൺഗ്രസിന് പരമ്പരാഗതമായിട്ട് നല്ല ശക്തി ഉണ്ടായിരുന്ന ഒരു മേഖലയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗ്വാളിയോർ പ്രദേശം. ഗ്വാളിയോർ പ്രദേശത്ത് നിന്ന് ഗുണ ഈ ചമ്പൽ പ്രദേശത്ത് നിന്ന് ജ്യോതിരാജ് സിന്ധ്യ പോലെ ഒരാൾ BJPയിലേക്ക് എത്തിയത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുണം ചെയ്യും എന്നുള്ളതാണ് അവരുടെയും ഒരു തോന്നൽ. BJPക്ക് അങ്ങനെ പല പ്രതീക്ഷയാണ്. കോൺഗ്രസ്സിലെ
എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രതീക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ശിവരാജ് സിംഗ് ചൗഹാനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറ്റിയതിൽ ജനങ്ങൾക്കൊരു പ്രതിഷേധമുണ്ട് എന്നുള്ളൊരു വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ മോഡി സർക്കാരിനോട് ഇപ്പോൾ ഒരു വലിയ കൗതുകം വോട്ടർമാർക്കിടയിലില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. ഇപ്പോൾ 2014 ചിന്തുവാടയും ഗുണയും തോറ്റു, 2019 ഗുണയും കൂടി കൈവിട്ടു. ചിന്തുവാടയും ഗുണയും മാത്രമാണ് 2014 കിട്ടിയത്. 2019 ഗുണയും കൂടി തോറ്റ് ചിന്തുവാട സീറ്റ് മാത്രമായി എന്നുള്ള അവസ്ഥയാണ്. പക്ഷെ ഇത്തവണ അങ്ങനെ ആവില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തോൽവിയുടെ ആഘാതമൊക്കെ കോൺഗ്രസിനുണ്ട്. പക്ഷെ അവർ ഒരു തോൽവിയൊന്നും അല്ലല്ലോ. കഴിഞ്ഞ എത്രയോ തെരഞ്ഞെടുപ്പിൽ അവർ തുടർച്ചയായിട്ട് തോറ്റുകൊണ്ടിരിക്കുക ആണ് ഈ മധ്യപ്രദേശിലെ കോൺഗ്രസ്. 2018 നിയമസഭയിൽ ജയിച്ചെങ്കിൽ എന്തൊരു കഷ്ടിയായിട്ടാണ് അവർ നിലനിൽപ്പുണ്ടായത്. 2020 തന്നെ സർക്കാർ നിലത്ത് വീണു, അവരുടെ MLA മുഴുവൻ അങ്ങോട്ടേക്ക് പോയി, BJP ഭരണം പിടിച്ചു. അപ്പം അങ്ങനെയുള്ള പല ആഘാതങ്ങളും തുടർച്ചയായിട്ടുണ്ട്. അതിനൊന്നും പൂർണ്ണമായും മെച്ചപ്പെടാൻ പറ്റിയില്ലെങ്കിലും അവർ കുറച്ച് മെച്ചപ്പെടും എന്നുള്ളത് തന്നെയാണ് അവരുടെ ഇത്. അപ്പോഴും നമ്മളിങ്ങനെ ആലോചിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ BJPക്ക് 61% വോട്ട് കിട്ടുമ്പോൾ കോൺഗ്രസിന് 35% മാത്രമേ വോട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്നുള്ളൊരു മെച്ചപ്പെടുത്തലാണ് ഇവർ ആലോചിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു നിലനിൽപ്പും അല്ലെങ്കിൽ ഒരു താരതമ്യേന കഴിഞ്ഞ തവണത്തേക്കാളൊരു മെച്ചപ്പെട്ട പെർഫോമൻസ് കാഴ്ചവെക്കുക എന്നുള്ളതല്ലാതെ വലിയ മോഹങ്ങളൊന്നും കോൺഗ്രസിനുണ്ട് എന്ന് എനിക്ക് അവിടെ തോന്നുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ 29 സീറ്റിലും BJP മത്സരിക്കുന്നു. BJP ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. കോൺഗ്രസ് 28 സീറ്റിൽ, ഒരു സീറ്റിൽ ഫോർവേഡ് ബ്ലോക്കാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ മത്സരിക്കുന്നത്. BSP മത്സരരംഗത്തുണ്ട്. സഖ്യങ്ങൾക്ക് വലിയ പ്രസക്തിയൊന്നും ഉണ്ടെന്ന് പറയാനാവില്ല. മധ്യപ്രദേശിൽ BSP പോലുള്ള പാർട്ടികളുടെ സാന്നിധ്യത്തിനും ഏതാണ്ട് 2%-3% ഇടയ്ക്ക് വോട്ട് മാത്രമാണ് സംസ്ഥാനം മൊത്തം എടുത്താൽ BSPക്കുള്ളത്. BJPയും കോൺഗ്രസും തമ്മിലുള്ള നേരിട്ടുള്ള പോര്, അതിലപ്പുറം ഈ BSP പോലുള്ള പാർട്ടികളുടെ സാന്നിധ്യം ഏതെങ്കിലും വിധത്തിൽ, BSP മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, അവിടെ ഭാരതീയ ആദിവാസി പാർട്ടി ചില മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നുണ്ട്, ഗോത്ര വിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന ചില പാർട്ടികൾ ചില മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നുണ്ട്. ഇത്തരം പാർട്ടികൾ ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും മണ്ഡലങ്ങളിലെങ്കിലും ഈ ജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്നതിൽ ഘടകമാണോ? അതെനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ BSPക്കും എല്ലാം BSPക്ക് സത്യം പറഞ്ഞെങ്കിൽ 11 മുതൽ 15 സീറ്റൊക്കെ വരെ എത്രയോ കാലത്തോളം കിട്ടിക്കൊണ്ടിരുന്നതാണ്. BSPക്ക് എസ്പിക്കും ചില പോക്കറ്റുകളിലൊക്കെ ഉണ്ടായിരുന്നതാണ്. പ്രത്യേകിച്ചും ഈ ഇതിനോട് ചേർന്ന് കിടക്കുന്ന ഉത്തർപ്രദേശിനോട് ചേർന്ന് കിടക്കുന്ന പല മേഖലകളിലെല്ലാം ആ രീതിയിൽ ഉണ്ടായിട്ടാണ്. ബുന്ദേൽഖണ്ഡ് മേഖലയിൽ നിന്ന് BSPക്ക് വോട്ടുകൾ കിട്ടാറുണ്ട്. ഇതെല്ലാം ശരിയാണ്. പക്ഷേ ഡിമിനിഷിങ് ആണ് അവരുടെ കുറച്ച് കാലമായിട്ടുള്ള അവരൊരു പൊളിറ്റിക്കൽ ബേസ് എന്ന് പറയുന്നത് ഡിമിനിഷിങ് ആണ്. അത് കാരണം തന്നെ വലിയ കാര്യങ്ങൾ. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അപ്പോഴും ഈ BSPക്കും ഈ ഗോണ്ട്വാന ഗണതന്ത്ര പാർട്ടിക്കും ഭാരത് ആദിവാസി പാർട്ടിക്കൊക്കെ അവർക്ക് അവരുടേതായിട്ടുള്ള പോക്കറ്റുകളുണ്ട്. അവർക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അവരെ ജയപരാജയങ്ങളെയൊക്കെ വേണമെങ്കിൽ സ്വാധീനിക്കാനായിട്ട് ഇവർക്ക് പറ്റും. പക്ഷെ ഇവർക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും അവർക്ക് അങ്ങനെ വലിയൊരു സ്ട്രെങ്ത് ഇല്ല. ഇപ്പം ഭാരത് ആദിവാസി പാർട്ടിക്കും ഈ ഗോണ്ട്വാന പാർട്ടിക്കും ഛത്തീസ്ഗഡ് മഹാരാഷ്ട്ര ബോർഡറിൽ കുറച്ച് സ്ട്രെങ്ത് ഒക്കെ ഉണ്ട്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊരു ചേഞ്ച് ഉണ്ടാക്കാൻ പാകത്തിന് ഇവിടെ ഇല്ല. ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി ഫൂലും ഖാത്തും തമ്മിൽ തന്നെയുള്ളൊരു മത്സരം തന്നെയാണ്. ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും അങ്ങനെ തന്നെയാണ് സ്ഥിതി. ഇപ്പോൾ നേരത്തെ ജ്യോതിരാദിത്യ സിന്ധ്യ പാർട്ടി വിട്ടതിനെക്കുറിച്ച് സൂചിപ്പിച്ചു. കോൺഗ്രസ് വിട്ട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ താഴെ ഇറക്കിക്കൊണ്ട് BJPയിലേക്ക് പോയത് ജ്യോതിരാദിത്യ സിന്ധ്യ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ഒരു ഡസനിലധികം MLAമാർ ചേരിമാറുകയാണ് BJP അധികാരം പിടിച്ചെടുത്തത് 2020. ഈ 2018 മുതൽ 2020 വരെയുള്ള ചെറിയ കാലത്ത് മാത്രമാണ് 2003 മുതലുള്ള ചരിത്രം എടുത്തു കഴിഞ്ഞാൽ BJP ഇതര ഒരു സർക്കാർ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് സർക്കാർ അവിടെ ഭരിച്ചിരുന്നത്. അത് തുടർച്ചയായിട്ടുള്ളൊരു BJP ഭരണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ ഭരണവിരുദ്ധ വികാരം അതുണ്ടാവാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. ഇത് മാത്രമല്ല, ഇപ്പോൾ MLAമാരുടെ MP-മാരുടെ കണക്കിലെടുത്താൽ പോലും 2014, 2019 ഒക്കെ ആവർത്തിച്ചു വരികയാണ്. അപ്പോൾ ഈ സ്വാഭാവികമായി ഉണ്ടാകുന്നൊരു ഭരണവിരുദ്ധ വികാരം അത് മധ്യപ്രദേശിൽ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ടോ? അതുണ്ടെങ്കിൽ അത് മുതലെടുക്കാൻ കോൺഗ്രസിന് സാധിക്കുമോ? യഥാർത്ഥമുണ്ട്. അത്തരത്തിലുള്ളൊരു ഭരണവിരുദ്ധ വികാരമുണ്ട്, നേതാക്കൾക്കുള്ള വിരുദ്ധമായിട്ടുള്ളൊരു വികാരമുണ്ട്. പിന്നെ ദീർഘകാലമായിട്ട് അധികാരത്തിലുള്ള ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ BJPയുടെ പൊതുവെ അവരുടെ പ്രശ്നം പലതും ആഭ്യന്തരമാണ്. ഇപ്പോൾ പാർട്ടിക്കകത്തെ പ്രശ്നങ്ങളുണ്ട്, ഈ അണികൾക്ക് പാർട്ടി നേതൃത്വത്തിനോടുള്ള പ്രശ്നമുണ്ട്,
പിന്നെ RSSന് BJP നേതൃത്വത്തോട് പ്രശ്നം. അങ്ങനെ വേണമെങ്കിൽ നമുക്കൊരു 3ആയിട്ടൊക്കെ അതിനകത്തുള്ള പ്രശ്നങ്ങളെ നമുക്ക് തിരിക്കാം. ഇപ്പോൾ 4 ഘട്ടങ്ങളിൽ 2 ഘട്ടം കഴിഞ്ഞു. അതിൽ പോളിംഗ് ശതമാനം കുറവായിരുന്നു എന്ന് മാത്രമല്ല, ഇനി അടുത്ത ഘട്ടങ്ങളിലും ഏതാണ്ട് ഇത് തന്നെയായിരിക്കും ആവർത്തിക്കുന്നത് എന്നാണ് അവർ കരുതുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ മുമ്പത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ഉണ്ടായിട്ടുള്ളൊരു ഉത്സവാന്തരീക്ഷം ഒന്നുമില്ലാത്തതിനുള്ളൊരു ഇല്ല എന്നുള്ളതും ഈ പ്രശ്നത്തിനൊരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷനായിട്ട് നമുക്ക് കാണാം. BJP നേരത്തെ പറഞ്ഞ BJPക്കാർ പറയുന്നത് BJP തന്നെ ജയിക്കാനായിട്ട് പോകുന്നതുകൊണ്ടാണ്. പക്ഷെ അതൊന്നും അല്ല, മത്സരത്തിന് ചൂടില്ല എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പം അതേസമയം ഇവരാണെങ്കിൽ ഈ ചിന്തുവാട അടക്കം എല്ലാം തിരിച്ചു പിടിക്കും. ഇപ്പോൾ എത്രയോ വർഷങ്ങളായിട്ട് ചിന്തുവാട കമൽനാഥിൻ്റെ ഫാമിലിയൊക്കെ ഭരിക്കുന്നൊരു സ്ഥലമാണ്. അവിടെ രഘുനാഥ് മത്സരിക്കുന്നു. അതുവരെ തിരിച്ചു പിടിക്കും എന്നുള്ളൊരു മട്ടിലാണ് BJPക്കാരുള്ളത്. പക്ഷേ ഇതിൻ്റെ വേറൊരു തലവേദന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സവിശേഷമായിട്ട് മധ്യപ്രദേശിലുള്ളത്, BJP സംബന്ധിച്ചിടത്തോളം സവിശേഷമായിട്ടുള്ളത് ഈ കോൺഗ്രസിൽ നിന്നുള്ള നേതാക്കളും അണികളും ഈ BJPയിലേക്ക് ഒരു കുത്തൊലിപ്പ് പോലെ വരുന്നതാണ്. അത് ഭയങ്കര പ്രശ്നമാണ്. ഇപ്പം നരോത്തമ മിശ്രാന്ന് പറഞ്ഞിട്ടുള്ള ഇവിടുത്തെ മധ്യപ്രദേശിലെ ആഭ്യന്തരമന്ത്രിയാണ് അവിടുത്തെ ഒരു അമിത്ഷാ. പുള്ളിയാണ് ഈ മറ്റു പാർട്ടികളിൽ നിന്ന് BJPയിലേക്ക് ആളുകളെ എത്തിക്കുന്നൊരു കുശാഗ്ര ബുദ്ധിക്കാരൻ. പുള്ളി പറയുന്നത് ഈ 4 ലക്ഷത്തോളം വോട്ടർമാർ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഈ അടുത്ത കുറച്ച് കാലത്തിനുള്ളിൽ BJP എത്തിയിട്ടുള്ളതാണ്. ഇത് സംസ്ഥാനത്തെ മൊത്തത്തിലുള്ള കോൺഗ്രസ് ആക്ടിവിസ്റ്റുകളുടെ ഏതാണ്ടൊരു പകുതിയിലധികം വരും, ഏതാണ്ട് 70% വരും. അപ്പോൾ ഈ 2020 നമുക്കറിയാവുന്ന ഒരു 10-20 MLA-മാരും അവരുടെ പടയാളികളും ഈ ജ്യോതിരാദിത്യ സിന്ധ്യയുടെ കൂറുമാറ്റത്തെ തുടർന്ന് BJPയിലേക്ക് എത്തി. ഈ അടുത്തിടയ്ക്ക് മുൻ കേന്ദ്രമന്ത്രി സുരേഷ് പച്ചോരി എത്തി. പിന്നൊരു 15 മുൻ MLA-മാരെ എത്തിയിട്ടുണ്ട്, 2 മുൻ മേയർമാരെ എത്തിയിട്ടുണ്ട്, 3 മുൻ MP-മാരെ എത്തിയിട്ടുണ്ട്, പിന്നെ ധാരാളം ഈ ഓഫീസ് ഭാരവാഹികളൊക്കെ എത്തിയിട്ടുണ്ട്. ഇതിൽ പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ BJPയുടെ ഒരു കൺവെൻഷനൽ ആയിട്ടുള്ള പ്രവർത്തകർക്കോ നേതാക്കൾക്കോ ഒന്നും ഇതിലൊരു സന്തോഷമില്ല. ഇപ്പോൾ പ്രഹ്ലാദ് പട്ടേലും ഗോപാൽ ഭാർഗവയും 2 പേരും അവിടുത്തെ സീനിയർ മന്ത്രിമാരാണ്. പ്രഹ്ലാദ് പട്ടേൽ വേണമെങ്കിൽ മുഖ്യമന്ത്രി ആവാൻ പോലും പരിഗണിച്ചിരുന്ന ആളുകളിൽ ഒരാളാണ്. ഇവരൊക്കെ പറയുന്നത് ഈ ചവറുകളാണ്, ഗാർബേജാണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ചീഞ്ഞു പോകാൻ തുടങ്ങിയിട്ടുള്ള ഈ മരത്തിലെ ഈ പുഴു തിന്നിട്ടുള്ള ഫലങ്ങളാണ് ഈ മറ്റേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള റോട്ടൻ ഫ്രൂട്ട്സ് എന്നുള്ള അർത്ഥത്തിൽ പറയുന്നത്. അങ്ങനെ ഒരു രീതിയിൽ അപമാനിച്ചു കൊണ്ടാണ് ഇതിലേക്ക് വരുന്നത്. പക്ഷെ മാത്രമല്ല, അത് RSSനും കടുത്ത പ്രതിഷേധം. അപ്പോൾ RSSൻ്റെ ഉടമസ്ഥയിലാണല്ലോ ഈ സന്ദേശം എന്ന് പറയുന്ന പത്രം ഉള്ളത് അവിടെ. അപ്പോൾ അവിടെ ഈ പ്രമുഖരായിട്ടുള്ള RSSകാരെ എഴുതിയിട്ടുള്ള ഓളത്തിൽ കോൺഗ്രസിൽ നിന്നുള്ളൊരു ഒഴുക്ക് ഈ BJPയുടെ ശരിക്കുമുള്ള ഈ ശരിക്കുമുള്ള പ്രവർത്തകരെ അസ്വസ്ഥപ്പെടുത്തും, അവരൊക്കെ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കാനായിട്ട് കാരണമാകുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ കോൺഗ്രസിൽ നിന്ന് എല്ലാവരെയും സ്വീകരിക്കരുത്, ഇതിനൊക്കെ ഒരു മാനദണ്ഡം വേണമെന്ന് BJPയോട് കുറച്ച് കാലമായിട്ട് RSS ആവർത്തിച്ച് വരുന്നുണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് മാറിയത് ഈ അടുത്തിടയ്ക്ക് ചിന്തുവാടയിൽ ഉണ്ടായിട്ടില്ല. ചിന്തുവാടയിൽ മേയറായിട്ടുള്ള വിക്രം അദാലെ എന്ന് പറയുന്ന കക്ഷിയുണ്ട്. ഈ വിക്രം അദാലെ ഇയാളുടെ നമ്മുടെ കമൽനാഥിൻ്റെ ഒരു വലങ്കൈ പോലെയുള്ളൊരു കക്ഷിയാണ്. അയാൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് BJPയിലെത്തി ഈ ഏപ്രിൽ മാസത്തിൽ. അപ്പം BJP അത് ഭയങ്കരമായിട്ടങ്ങ് ആഘോഷിച്ചു. ചിന്തുവാട ഏതാണ്ട് തിരിച്ചു പിടിച്ചു എന്ന് BJP അങ്ങോട്ട് ഉറപ്പിച്ചു. പക്ഷേ ഇലക്ഷൻ ആയപ്പോൾ അതിന് തൊട്ട് മുമ്പായിട്ട് ഇയാൾ നേരെ തിരിഞ്ഞിട്ട് കമൽനാഥിനും അവിടെ മത്സരിക്കുന്ന ഈ നകുൽനാഥിനും അങ്ങ് പിന്തുണ പ്രഖ്യാപിക്കുകയും BJP ഭയങ്കരമായിട്ട് നാണം കിടുകയും ചെയ്തു. ഇതേപോലത്തെ സംഭവങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അത് കാരണം തന്നെ മറ്റു പാർട്ടികളിൽ നിന്ന് ആൾക്കാരെ എടുക്കുന്നത് അവർ തൽക്കാലം അങ്ങ് നിർത്തി വെച്ചിരിക്കുകയാണ്. പിന്നെ മാത്രമല്ല മറ്റ് RSSും ഇങ്ങനെ കുറച്ച് കാലമായിട്ട് തന്നെ ഈ അമിത ആത്മവിശ്വാസമായിരുന്നു എന്ന് BJPയോട് പലതവണയും വാൺ ചെയ്യുന്നു. അപ്പം അതിലിപ്പോൾ ഇപ്പം നമ്മൾ പറയുന്ന ഒരു 29 മണ്ഡലങ്ങളിൽ ഏതാണ്ട് ഒരു 10-12 സീറ്റുകളിലെങ്കിലും BJPക്ക് ആത്മവിശ്വാസം കുറവുണ്ട്. അവിടുത്തെ ഈ ജാതി സമവാക്യങ്ങൾ BJPക്ക് കുറച്ച് ദോഷകരമായിട്ട് മാറും. പിന്നെ സിറ്റിംഗ് MLA-മാരെ കുറിച്ചുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആൻറ്റി ഇൻകംബൻസി വലിയ ഘടകമാണ്. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട്. അത് കോൺഗ്രസ് അതിനെ മുതലെടുക്കാനായിട്ടുള്ളൊരു ശ്രമം അവർ നടത്തുന്നുണ്ട്. അവരവിടെ വളരെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അവർ മത്സരത്തിൽ ഇടപെടുന്നുണ്ട്. പക്ഷേ BJP ഇതേപോലെ പതിവ് പോലെ മോഡി മാജിക്ക് ആവർത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ശുഭകരമായിട്ട് വരും എന്നുള്ളത് തന്നെയാണ്
BJP-ക്കാരുടെ പ്രതീക്ഷ. ഇപ്പോൾ ശ്രീത്ത് ചൂണ്ടിക്കാണിച്ച പോലെ ഇപ്പോൾ ഈ തൊട്ട് അതായത് ലോക്സഭാ ഇലക്ഷൻ പ്രഖ്യാപിച്ച് ആദ്യഘട്ടം കഴിഞ്ഞ് രണ്ടാം ഘട്ടം നടക്കുന്നതിന് മുമ്പ് 2 മുൻ എം എൽ എമാർ കോൺഗ്രസിൻ്റെ BJP-യിലേക്ക് പോകുന്ന കാഴ്ച കണ്ടു. അങ്ങനെ ഒരു നിരനിരയായ നേതാക്കൾ മധ്യപ്രദേശിൽ കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് പോയിട്ടുണ്ട്. ഇത് സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ ഒരു ശേഷിക്കുന്ന സംഘടനാ ശരീരത്തിലുണ്ടാക്കുന്ന പരിക്ക് ചെറുതല്ലല്ലോ. അപ്പോൾ അത് മറികടക്കുക എന്നുള്ളൊരു പ്രശ്നം കോൺഗ്രസിൻ്റെ മുമ്പിലില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അതൊരു വലിയ പ്രതിസന്ധിയായിട്ട് തന്നെ അവർക്കുണ്ട്. പക്ഷെ അത് കാരണം തന്നെ അവരുടെ ഒരു ശ്രദ്ധ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മറ്റ് മുഴുവൻ സ്ഥലങ്ങളും വ്യാപിച്ച്, അല്ലെങ്കിൽ മുഴുവൻ സംസ്ഥാനത്ത് ഇപ്പം ആഘോഷൽ മുതൽ അങ്ങോട്ട് ബുന്ദേൽഖണ്ഡോ അല്ലെങ്കിൽ എല്ലാ പ്രദേശത്തും വ്യാപിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളൊരു ആഗ്രഹം തന്നെ പോലും അവർക്കില്ല. അപ്പോൾ അവർ കഴിയുന്നതും മറ്റൊരു ചുരുങ്ങിയ മേഖലകളിൽ ഓരോ മണ്ഡലങ്ങളിലും എങ്ങനെയെങ്കിലും വിജയിച്ച് വരാൻ പറ്റിയ സ്ട്രാറ്റജികൾ നോക്കുക. ഇപ്പോൾ ഏറ്റവും വീക്കായിട്ടുള്ള BJP കാൻഡിഡേറ്റ്സ് ഉള്ള സ്ഥലങ്ങളിൽ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ളൊരു മറ്റൊരു സ്ട്രാറ്റജിയാണ് ഇവർ നോക്കുന്നത്. ഇവരെ സംബന്ധിച്ചോളം ഈ ആത്മവിശ്വാസത്തിൻ്റെ കുറവ് ധാരാളമായിട്ടുണ്ട്. കാരണം ഇത് നേരത്തെ ഒരു വലിയ സംഘം ആളുകൾ മുഴുവൻ പോയിരിക്കുന്നു. പിന്നെ ഈ പറയുന്ന ഇൻഡോറൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ പലതരം പ്രശ്നങ്ങൾ ഇവരുടെ മുന്നിലുണ്ട്. പക്ഷെ ഈ ഉള്ള സ്ഥലങ്ങളിൽ ശ്രദ്ധയോടുകൂടി മത്സരിക്കുക എന്നുള്ളൊരു കാര്യം ഇപ്പോഴും അവർ അത്ഭുതകരമായി ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത്രയൊക്കെ പ്രതിസന്ധി ഉണ്ടായിട്ടും ഏതാണ്ട് ഒരു 35% അടുത്ത്, അല്ലെങ്കിൽ ഒരു 35-34% ഉള്ളൊരു വോട്ടർ ബേസ് ഇപ്പോഴും മധ്യപ്രദേശിൽ കോൺഗ്രസിന് ഉണ്ട് എന്നുള്ളൊരു കാര്യം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനെ ഒന്ന് മുന്നോട്ട് നയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും സാധ്യതകളുണ്ട് എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ്സുകാർ കരുതുന്നത്. റൈറ്റ്. ജ്യോതിരാദിത്യ സിന്ധ്യ ഇക്കുറിയും ഗുണയിൽ നിന്ന് മത്സരിക്കുന്നുണ്ട്. 2019 സിന്ധ്യ ഗുണയിൽ പരാജയപ്പെട്ടതാണ്. ഈ ഗ്വാളിയോർ ചമ്പൽ മേഖല, അത് സിന്ധ്യയുടെ സാന്നിധ്യം അല്ലെങ്കിൽ സിന്ധ്യ കുടുംബത്തിൻ്റെ സാന്നിധ്യം, അതിൻ്റെ പുറത്ത് വോട്ട് മറിയുന്ന മേഖലയാണ്. അത് BJP-ക്ക് നൽകുന്നൊരു മുൻതൂക്കം ഇക്കുറി ചെറുതുമല്ല. കഴിഞ്ഞ തവണ ജ്യോതിരാദിത്യ സിന്ധ്യയുടെ സാന്നിധ്യമില്ലാതെ തന്നെ വിജയിച്ച മേഖലയിൽ ജ്യോതിരാദിത്യ സിന്ധ്യ കൂടെ എത്തുമ്പോൾ ആ മേഖലയിൽ കോൺഗ്രസിന് ഇനി പ്രതീക്ഷിക്കേണ്ടതില്ല എന്നൊരവസ്ഥയാണോ? അല്ല, അത്രയ്ക്ക് പറയാൻ പറ്റില്ല. ജ്യോതിരാദിത്യ സിന്ധ്യയുടെ ഒരു BJP പ്രവേശനം എന്തായാലും കോൺഗ്രസിന് പ്രശ്നമാണെന്നുള്ള കാര്യത്തിലൊരു സംശയമൊന്നുമില്ല. അതിൽ ഇതിനൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രവർത്തകർ, അതായത് ഈ ആക്ടിവിസ്റ്റുകളായിട്ട് ഫീൽഡിൽ വർക്ക് ചെയ്യാനുണ്ടായിരുന്ന കുറേ പേര് ഈ സിന്ധ്യയ്ക്കൊപ്പം തന്നെ കോൺഗ്രസ് വിട്ടു എന്നുള്ളതൊരു വലിയ പ്രശ്നം. അപ്പം 2020 പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ 2020 ഈ സിന്ധ്യ കോൺഗ്രസ്സിൽ വിട്ടതിന് ശേഷമാണ് ഇങ്ങനെ ഈ ആളുകൾ പോയത്. പക്ഷെ അതിന് ശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിലൊരു ക്ലീൻ സ്വീപ്പ്, ജ്യോതിരാദിത്യ സിന്ധ്യ അവിടെ എത്തിയതിന് ശേഷം ഒരു ക്ലീൻ സ്വീപ്പ് BJP-ക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇപ്പം ചമ്പൽ ഗ്വാളിയോർ മേഖലയിൽ 8 ജില്ലയുള്ളത്. ഇപ്പോൾ ഗ്വാളിയോർ, ശിവപുരി, ഗാത്യ, അശോക് നഗർ, ഗുണ എന്നുള്ള 5 ജില്ലകൾ ഈ ഗ്വാളിയോർ മേഖലയിലും, മൊറേനയും പിന്തും ശിവനഗറും ശിവപൂറും മറ്റേ ചമ്പൽ മേഖലയും. അപ്പോൾ അവിടെയെല്ലാം ഈ ഗ്വാളിയോർ ഡൈനാസ്റ്റിയുടെ പരിധിപ്പെടുന്ന സ്ഥലങ്ങളാണ്. ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് ഒരു പഴയ കുടുംബത്തിലെ അംഗം എന്നുള്ള രീതിയിൽ സ്വീകാര്യതയുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ കുടുംബം മുഴുവൻ ഈ ഹിന്ദു മഹാസഭയുടെ കാലം മുതൽ ഒരു RSSൻ്റെ ഒപ്പവും അതിനുശേഷം BJP-യുടെ ഒപ്പവും എല്ലാം ഉണ്ടായിരുന്ന ഒരു ഫാമിലിയാണ് ഇവർ. അപ്പോൾ അതിൽ മാധവറാവ് സിന്ധ്യ മാത്രം ഈ പറഞ്ഞ രാജീവ് ഗാന്ധിയൊക്കെ ആയിട്ടുള്ള സൗഹൃദത്തിൻ്റെ പുറത്ത് കോൺഗ്രസിലേക്ക് വഴിമാറിപ്പോയതുകൊണ്ട് മാത്രമാണ് ഈ ജ്യോതിരാദിത്യ സിന്ധ്യ കോൺഗ്രസ് ആയത്. പക്ഷേ അപ്പോൾ ഇവരുടെ ഒരു സഹായം ഇല്ലാതെ തന്നെ അവിടെ ഒരു കോൺഗ്രസ് ഉണ്ട്. പിന്നെ കോൺഗ്രസിനെ അവിടെ വളർത്താനായിട്ട് മാധവറാവ് സിന്ധ്യയ്ക്ക് വലിയൊരു പങ്കുണ്ടായിട്ടുണ്ട്. പക്ഷെ മാധവറാവ് സിന്ധ്യയ്ക്ക് അവിടെ കോൺഗ്രസിനെ വളർത്താനുള്ള പങ്കുണ്ടായെങ്കിലും ഈ ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് അതിനെ നിലനിർത്തുന്നതിനോ അതിനെ വളർത്തുന്നതിനോ ഒന്നും ഇവൻ നശിപ്പിക്കുന്നതിനോ പോലും അവർക്ക് ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് അത്ര വലിയ 2019 ജ്യോതിരാദിത്യ സിന്ധ്യ തന്നെ എന്ന് വെച്ചാൽ ആ കുടുംബത്തിൽ നിന്ന് സാധാരണ ഒരാൾ അവിടെ തോൽക്കാത്തതാണ്. പക്ഷേ ജ്യോതിരാദിത്യ സിന്ധ്യ 2019 അവിടെ വലിയ മാർജിനിൽ BJP-ക്ക് എതിരെ തോൽക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സാന്നിധ്യം എന്നുള്ള ഇതിൽ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് അത്രമാത്രം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ അങ്ങനെ ഭയങ്കരമായ തോതിലുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമാണ്. ഇപ്പോൾ ജ്യോതിരാദിത്യ സിന്ധ്യ ഇപ്പം ഞാനൊരു കണക്ക് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ജ്യോതിരാദിത്യ സിന്ധ്യ ചമ്പൽ മേഖലയിൽ ഉണ്ടായിരുന്ന സമയത്ത്
ഈ ചമ്പൽ മേഖലയിൽ കോൺഗ്രസിന് 10ഉം BJPക്ക് 2ഉം BSPക്ക് 1ഉം സീറ്റാണ് കിട്ടിയിരുന്നത് നിയമസഭയിൽ. ഈ 2023 എത്തിക്കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് 3 സീറ്റ് മാത്രമാണ് കോൺഗ്രസ് നഷ്ടമായത്. അവർക്ക് 7ഉം BJPക്ക് 6ഉമായിട്ട് മാറി. അതായത് BSPയുടെ ഒരു സീറ്റും കൂടി ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ BJPക്ക് 6ഉം കോൺഗ്രസിന് 7 സീറ്റായി. ഗ്വാളിയർ മേഖലയിലായിക്കോട്ടെ ഈ കോൺഗ്രസിന് 16 സീറ്റാണ് ഉണ്ടായിരുന്നത്. അത് 13 സീറ്റാവുക മാത്രം, വീണ്ടും 3 സീറ്റ് കുറയുകയേ ചെയ്തുള്ളൂ. BJPയുടെ 3 കൂട്ടി BJPയുടെ ഒരു 8ആയിട്ട് മാറി. അഥവാ ഈ ഗ്വാളിയോർ മറ്റേ ഇവിടെ മേഖലയിൽ മൊത്തം ഈ 2 മേഖലയിൽ കൂടി മൊത്തം ഉണ്ടായിരുന്ന 34 സീറ്റിൽ നേരത്തെ 26 സീറ്റ് നിയമസഭയിൽ ഇവർക്കുണ്ടായിരുന്നു. അത് 20ആയിട്ട് കുറഞ്ഞു. ഈ 2023 മധ്യപ്രദേശിൽ പൊതുവായിട്ടുണ്ടായിട്ടുള്ളൊരു തിരിച്ചടി ആലോചിച്ച് നോക്കുമ്പോൾ ഇതൊരു വലിയ ഗണനീയമായിട്ടുള്ളൊരു തിരിച്ചടിയാണെന്ന്, പ്രത്യേകിച്ച് ജ്യോതിരാജ് സിന്ധ്യ പോയതിന് ശേഷം ഉണ്ടായ തിരിച്ചടി അങ്ങനെ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആ മേഖലയിൽ അങ്ങ് പൂർണ്ണമായിട്ടും ഇവർ തകർന്നു പോയി എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകുമ്പോൾ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണിത് എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റൈറ്റ്. ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് പൂർത്തിയായ ചിന്ദ്വാഡയും അതിന് സമീപമുള്ള മണ്ഡലങ്ങളുമാണ് കോൺഗ്രസ്സിന് പ്രതീക്ഷ നൽകുന്ന മണ്ഡലങ്ങൾ. കമൽനാഥിൻ്റെ സ്വാധീനം അതിപ്പോഴും ഈ മേഖലയിൽ വളരെ നിർണായകമായിട്ടുണ്ടോ? കമൽനാഥും മകൻ മകുൽനാഥും BJPയിലേക്ക് പോകും എന്ന അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. അത് നിഷേധിക്കാൻ തന്നെ രണ്ടുപേരും കുറേ സമയങ്ങളെടുത്തു. ഇത് കോൺഗ്രസ് പ്രവർത്തകരെ കമൽനാഥിൽ നിന്ന് അകറ്റിയിട്ടുണ്ടോ? ഇപ്പോൾ ഈ മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മുൻ MLA മാരടക്കം പല കോൺഗ്രസ് നേതാക്കളും BJPയിലേക്ക് പോയിരുന്നു എന്നുള്ളതും കൂടെ കണക്കിലെടുക്കുമ്പോൾ ഈ കമൽനാഥുമായിട്ട് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരു അകൽച്ച കൂടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിനെ വലിയ തോതിൽ ദുർബലപ്പെടുത്തില്ലേ? അല്ല, അതിലൊരു സത്യമാണ്. ഈ കമൽനാഥിനോട് പ്രശ്നമുണ്ട്. കമൽനാഥിനോട് ഇതുണ്ട്. കാരണം കമൽനാഥ് ഈ പറഞ്ഞ രീതിയിലൊരു BJPയിലേക്ക് പോകാനായിട്ട് ശ്രമം നടത്തി, തമിഴ്നാട് പോകും എന്നൊരു അഭ്യൂഹം വന്നു. അതിനെ അവർ നിഷേധിക്കാനായിട്ട് വൈകി. ഇതെല്ലാം ശരിയാണ്. പക്ഷെ ചിന്ദ്വാഡയിൽ സവിശേഷമായിട്ട് കമൽനാഥിന് ഭയങ്കര അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ബാസ്റ്റിൻ തന്നെയാണ്. ഇപ്പം ഞാൻ ഒരു 2004 ഇലക്ഷൻ കവർ ചെയ്യാനായിട്ട് ചിന്ദ്വാഡയിൽ പോയിട്ടുണ്ട്. ഞാൻ അതിന് ശേഷവും പോയിട്ടുണ്ട്. പക്ഷേ 2004 ആദ്യമായിട്ട് ചിന്ദ്വാഡ ഇലക്ഷൻ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം തന്നെ പുള്ളി അവിടെ ഒരു കാൽനൂറ്റാണ്ടെങ്കിലുമായിട്ട് സുപരിചിതനാണ്. അപ്പോൾ 97 ആകെ ഒരു വർഷം ഈ സുന്ദർലാൽ പടുവ അവിടെ മണ്ഡലം പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒറ്റ വർഷം കൊണ്ട് അവസാനിച്ചൊരു മറ്റേ പാർലമെൻറ്റ് ടൈമായിരുന്നു അത്. ആ ടൈം ഒഴിച്ചാൽ ഏതാണ്ട് 1980 മുതൽ കമൽനാഥും പുള്ളിയുടെ കുടുംബവും മാത്രമാണ്. ഇതിൻ്റെ ഭാര്യ ഒരു ടേബിളായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ രണ്ടാമത്തെ ടേബിളിൽ നകുൽനാഥ് മത്സരിക്കുന്നു. തുടർച്ചയായിട്ട് ഞാൻ അവിടുത്തെ ഓരോ മുക്കിലും മൂലയിലും ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടിയിൽ അദ്ദേഹത്തിനോടൊപ്പം മറ്റേ സ്റ്റേജിലിരുന്ന് പങ്കെടുത്തിട്ടുണ്ട്. ഓരോ മൂലയിലും ആളുകളെ അറിയാം. ഒരു 2-3 തലമുറയുള്ള ആൾക്കാരെ പേരെടുത്ത് ഒരു സദസ്സിൽ വിളിക്കാൻ പാകത്തിന് പരിചയമുണ്ട്. പിന്നെ ചിന്തയോടെ ശരിക്കും പറഞ്ഞെങ്കിൽ അത് അങ്ങനെ വലിയൊരു പുരോഗമിച്ച് ഒരു വലിയ സ്ഥലമായിട്ട് മാറുകയും പുള്ളി അങ്ങനെ പോവുകയും ചെയ്യാതെ പുള്ളി ഇത് നോക്കിയിട്ടുണ്ട്. ഇപ്പോഴും വലിയ തോതിൽ വലിയ പുരോഗമനമൊന്നും വരാത്തൊരു സ്ഥലം തന്നെയാണ്. പക്ഷേ കമൽനാഥിൻ്റെ സ്വാധീനം വളരെ നിർണായകമാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ ഈ വിക്രം അദാലി എന്ന് പറയുന്ന കക്ഷി അവിടുത്തെ മറ്റേ ചിന്ദ്വാഡയിൽ മേയർ BJPയിലേക്ക് പോവുകയും തെരഞ്ഞെടുപ്പിന് മുമ്പ് തിരിച്ചറിയുകയും ചെയ്തല്ലോ. അതേപോലത്തെ ഒരു സ്വാധീനം അങ്ങേർക്കുണ്ട്. പിന്നെ മാത്രമല്ല ഇതിൻ്റെ തൊട്ട് മറ്റേ അടുത്ത് കിടക്കുന്ന ഈ മാണ്ഡ്ല ബാലാഘട്ട് എന്ന് പറയുന്ന 2 മണ്ഡലമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയുള്ളത്. ഏതാണ്ട് തിരിച്ചു പിടിക്കും എന്നുള്ളൊരു കാര്യമുള്ളത്. ഇപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോൺഗ്രസ്സുകാർ അവിടെ എത്തിപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിലവിൽ ആരാണോ ഉള്ളത് അവരെല്ലാം ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുക, പരസ്പരം വിശ്വസിച്ച് പ്രവർത്തിക്കുക എന്നുള്ളൊരു സാഹചര്യമേ ഇവരുടെ മുന്നിലുള്ളൂ. കാരണം തലേ ദിവസം കാണുന്ന നേതാക്കന്മാർ പലരും ഇപ്പോൾ മറ്റേ BJPയിലേക്ക് പോകുന്നു. ഇപ്പോൾ ഇത് കഴിഞ്ഞാലും ഒരു വലിയ വിജയമോ അല്ലെങ്കിൽ ഒരു നല്ല സ്വാധീനമോ ഉണ്ടായിട്ടില്ലെങ്കിൽ ഇതിൽ പറയുന്ന ഈ കമൽനാഥൊക്കെ അടക്കം തന്നെയുള്ള എത്ര പേര് ഇനിയും കോൺഗ്രസ്സിൽ ബാക്കി കാണുമെന്നുള്ള കാര്യത്തിലൊക്കെ അവിടെ അണികൾക്കും പ്രവർത്തകർക്കും ഒക്കെ സംശയമുണ്ട്. അപ്പോൾ അവരവിടെ ആളുകളോട്, അവിടുത്തെ മറ്റേ പരിചയമുള്ള ജേർണലിസ്റ്റുകളോടും അതേപോലെയുള്ള ആളുകളോടൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ എല്ലാവർക്കും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പൊതുവെ കോൺഗ്രസ്സുകാരുടെ ഇടയിൽ അങ്ങനെ ഒരു സംശയമുണ്ട്. അപ്പോൾ അവരുടെ സംബന്ധിച്ചുള്ള ഒരേ ഒരു വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിയുന്നത്ര സീറ്റുകൾ പിടിക്കുക, കോൺഗ്രസിന് ഇപ്പോഴും ശക്തിയുണ്ടെന്ന് തെളിയിക്കുക എന്നത് മാത്രമാണ്. അത് ചെയ്താൽ മാത്രമേ ഈ കോൺഗ്രസ്സിന് അവിടെ ഈ ഭാവിയിലുമായിട്ട് എന്തെങ്കിലും ശക്തി ഉണ്ടാവുള്ളൂ. അതേപോലെ
ഈ നേതാക്കൾ എന്തെങ്കിലും ഇവിടെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള സംശയമില്ല. റൈറ്റ്. മധ്യപ്രദേശിലെ 29 സീറ്റുകളിൽ 10 സീറ്റ് പട്ടികവിഭാഗങ്ങൾക്ക് സംവരണം ചെയ്തതാണ്. ദളിത് ആദിവാസി വിഭാഗങ്ങൾ ജനസംഖ്യയിൽ ചെറുതല്ലാത്ത വിധത്തിലുണ്ട് മധ്യപ്രദേശിൽ. ഈ ബെൽറ്റിലൊക്കെ BJP സമ്പൂർണ്ണ നേട്ടമാണ് 2014-ലും 2019-ലും കൈവരിച്ചത്. അതേസമയം ദളിതുകൾക്ക് നേർക്കുള്ള അതിക്രമങ്ങൾ മധ്യപ്രദേശിൽ നിന്ന് തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ശിവരാജ് സിംഗ് ചൗഹാൻ സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിൽ വലിയ തോതിൽ ഇത്തരം അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. പുതിയ സർക്കാർ വന്നതിന് ശേഷവും ഇത്തരം അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ശ്രീജിത്ത്, ഈ അതിക്രമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോഴും ഈ മേഖലയിൽ BJP വലിയ വിജയം കൈവരിക്കുന്നുണ്ട്. ഇതൊന്നും ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി മാറുന്നില്ല എന്നാണോ, അതോ ഇതൊക്കെ സഹിച്ചുകൊണ്ടും ഭരണത്തിലിരിക്കുന്ന സംവിധാനത്തെ പൂർണ്ണമായും വിശ്വസിച്ച് മുന്നോട്ട് പോകുക എന്നൊരു അവസ്ഥയിലേക്ക് ഈ ജനവിഭാഗങ്ങൾ മാറിയിരിക്കുന്നു എന്നാണോ? അതും ഇതേപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ കൺഫ്യൂസിങ് ആയിട്ട് വെച്ചാൽ ഇതിലൊരു പ്രശ്നം കോൺഗ്രസിൻ്റെ ഭാഗത്തുള്ളത് തന്നെയാണ്. കാരണം ഇവിടെ ഈ ദളിത് ആദിവാസി മേഖലകളിലും ഈ ട്രൈബൽ ഏരിയകളിലും ശരിക്കും വലിയൊരു റൂട്ട് ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അവർക്ക് നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു പിടിക്കാനായിട്ട് ഇതുവരെ അവർക്ക് പറ്റിയിട്ടില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മധ്യപ്രദേശിലെ ഒക്കെ ഒരു ട്രൈബൽ മേഖലയിലൊക്കെ ഈ RSSൻ്റെ പ്രവർത്തനം വളരെ സ്ട്രോങ് ആണ്. അവർക്ക് വളരെ വലിയ ഇപ്പോൾ 17% മറ്റേ മൊത്തത്തിൽ വോട്ടർമാരിൽ അവിടുത്തെ ഒരു ദളിത് വോട്ടർമാരുടെ എണ്ണം. എന്നിട്ട് പോലും ഈ ദളിത് മേഖലകളിൽ നിന്നുള്ള ഏതാണ്ട് വലിയ സീറ്റുകൾ ഇവിടെ BJPക്കാണ് ലഭിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ കോൺഗ്രസും തമിഴ്നാടും എന്താ ചെയ്തത്? അവർ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BJPയുടെ ഒരു ബി ടീമായിട്ട് മാറുക എന്നുള്ളതായിരുന്നു അവരുടെ ഒരു സ്ട്രാറ്റജി. BJPക്കാരും വലിയ ഹിന്ദുക്കളായിട്ട് അവർ സ്വയം അവതരിക്കുക, തങ്ങളാണ് ഈ ബാബരി പള്ളി പൊളിച്ചിട്ട് വഴിയിലാക്കി കൊടുത്തതെന്നുള്ളൊരു രീതിയിൽ ഈ മതേതര വോട്ടുകളെ ആശയക്കുഴപ്പത്തിലാക്കുക. പിന്നെ ഭരണത്തിൽ വന്നപ്പോഴായിക്കോട്ടെ ഈ സന്യാസിമാരെ അവർ മന്ത്രിമാരായിട്ട് നിയമിച്ചു. അങ്ങനെ ഒരു ഹിന്ദുത്വയുടെ രാഷ്ട്രീയ വഴി തങ്ങളുടേത് കൂടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മധ്യപ്രദേശിൽ ഇതിലേക്ക് ജയിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ വേണം എന്നുള്ള രീതിയിൽ ഇത് മതേതര വോട്ടുകളിൽ കൺഫ്യൂസ് ചെയ്യുക മാത്രമല്ല ഈ മുസ്ലിം ദളിത് ആദിവാസി മേഖലകളിൽ സംശയം ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ കോൺഗ്രസിന് അതുകൊണ്ട് തന്നെയാണ് ഈ മേഖലയിൽക്കൊന്നും കടന്നു കയറാനായിട്ട് പറ്റുന്നില്ല. ഇപ്പോൾ രാജ്യത്തെ ഏറ്റവും അധികം മറ്റേ ദളിത് പീഡനം നടക്കുന്ന ഈ സംസ്ഥാനത്ത് തന്നെയാണ് ശരിക്കും പറയണമെങ്കിൽ വോട്ടർമാരിലൊരു 17% ദളിതരുമായിട്ടുള്ളത് എന്നുള്ളത് ഭയങ്കര ഒരു തരത്തിലുള്ളൊരു ഭയങ്കര ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ഒരു കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിന് പകരമായിട്ട് രാഹുൽ ഗാന്ധി ആയിട്ട് മറ്റു ചെയ്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ദളിത് വോട്ടുകളെ ഒരു കണ്ണ് നട്ടുകൊണ്ടാണ് ഈ ജാതി സെൻസസ് എന്ന് പറയുന്ന സാധനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉടനീളം ആവർത്തിച്ചത്. പക്ഷെ ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ജാതിയുടെ അങ്ങനത്തെ ഉള്ളൊരു ജാതി രാഷ്ട്രീയം മറ്റേ മധ്യപ്രദേശിൽ നടക്കില്ല. കാരണം ഈ 80കളിൽ ഇന്ത്യൻ സമൂഹത്തിന് പൊളിറ്റിക്കലായിട്ടും സോഷ്യലായിട്ടും ഭയങ്കര ശാക്തീകരിച്ചിരുന്നു ഈ ജാതി രാഷ്ട്രീയം. ആ കാലത്ത് യാതൊരു അനക്കവുമില്ലാത്ത ഒരു സംസ്ഥാനമായിരുന്നു മധ്യപ്രദേശ്. ഈ മണ്ഡൽ തരംഗം ആഞ്ഞടിച്ചിരുന്ന ഒരു കാലത്ത് ഇതൊന്നും മധ്യപ്രദേശിനെ ബാധിച്ചിട്ടില്ല. 90കളിൽ ഈ മണ്ഡല വിരുദ്ധരായിട്ടുള്ള യൂത്ത് ഫോർ ഇക്വാലിറ്റിക്ക് പിന്തുണ നൽകിയിട്ടുള്ള BJP ആണ് 1990 മധ്യപ്രദേശിൽ ജയിച്ചത്. അത് ഇവിടെ ഈ ജാതി സെൻസസ് എന്ന് പറഞ്ഞ വാദം കൊണ്ടുവരികയല്ല, മറിച്ചിട്ട് ഈ മേഖലയിൽ ഗുണപരമായിട്ട് ഇടപഴകുകയും ആ മേഖലയിൽ നേതാക്കൾ ഉണ്ടാക്കിയെടുക്കുകയും അങ്ങനെ ഡീപ് റൂട്ടറായിട്ട് പ്രവർത്തിക്കുകയുമാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം ഈ കോൺഗ്രസിന് തിരിയാതെ പോയിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഇത്തവണയും ഒരുപക്ഷെ അത് ബാധിക്കും. പക്ഷെ ഒരു ഒന്നിനും ഇപ്പോൾ മണ്ഡലം എന്ന് പറയുന്ന ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പ്രതീക്ഷ ഉള്ള മണ്ഡലം എന്ന് പറയുന്നത് ഒരു ദളിത് സംവരണ മണ്ഡലമാണ്. അവിടെ ഈ BJPയുടെ കാൻഡിഡേറ്റിനെ കുറിച്ചിട്ട് വളരെ മോശം അഭിപ്രായമാണ്. കോൺഗ്രസിന് വിജയിക്കാൻ പറ്റുമെന്നൊക്കെ കോൺഗ്രസ് കരുതുന്നുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷെ ആ മേഖലയിൽ ഒരു ഡീപ്പായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് എന്തായാലും കോൺഗ്രസിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണ്. റൈറ്റ്. ഇപ്പോൾ 2023 നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിൽ പ്രചാരണ രംഗത്ത് ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ ഇപ്പോൾ അഴിമതി, വ്യാപം മുതൽ ഇങ്ങോട്ട് പലതരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ, സ്വജനപക്ഷപാതം, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, ഇതൊക്കെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വിഷയമാണ് മധ്യപ്രദേശിൽ. അതുപോലെ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളും. ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിനെ ഏതെങ്കിലും വിധത്തിൽ സ്വാധീനിക്കുന്ന ഘടകമാണോ, അതോ ഇതിനൊക്കെ മറികടന്നുകൊണ്ട് BJPയുടെ ഈ ഒരു സ്വാധീനം അല്ലെങ്കിൽ മോദി എഫക്റ്റ് ഇതായിരിക്കുമോ ഒരു ഘടകമായിട്ട് വരിക?
അല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഈ തെരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും എല്ലാ മേഖലകളിലും പ്രാദേശിക പ്രശ്നങ്ങൾ ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിൽ സംശയമില്ല. അപ്പം 2014 മുതൽ ഇങ്ങോട്ടേക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ അവസാനത്തെ മറ്റേ BJP അതായത് പ്രധാനപ്പെട്ട കക്ഷിയായിട്ട് മത്സരിക്കുന്ന ഒരു സംസ്ഥാനത്തും ഒരു തെരഞ്ഞെടുപ്പിലും BJPയുടെ അജണ്ടയല്ലാതെ മറ്റൊരു അജണ്ടയും ചർച്ചയിലേക്ക് വരാറില്ല. അതിനൊരു സവിശേഷമായ ഒരു വ്യത്യാസം നമ്മൾ കണ്ടത് കഴിഞ്ഞ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അവിടെ BJPയുടെ അജണ്ടകളല്ല, അത് അവിടെ കോൺഗ്രസിൻ്റെ അജണ്ടകളാണ് ചർച്ച ചെയ്തത്. ഏതാണ്ട് അതുപോലെയുള്ളൊരു ഘട്ടത്തിലേക്ക് നമ്മൾ ദേശീയ തലത്തിൽ ഇപ്പോൾ പൂർണ്ണമായി ആ രീതിയിൽ നിന്നോ അല്ലെങ്കിൽ അത്രമാത്രം ഒരു ഇമ്പാക്റ്റ് കോൺഗ്രസ് ഉണ്ടാക്കിയതൊന്നുമല്ല. പക്ഷേ ഈ കോൺഗ്രസിൻ്റെ ഈ ഒരു മാനിഫെസ്റ്റോ ചർച്ച ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് BJP മാറിയിട്ടുണ്ട്, പ്രധാനമന്ത്രി മാറിയിട്ടുണ്ട് എന്നുള്ളത് ആദ്യമായിട്ടായിരിക്കും കഴിഞ്ഞ ഈ 2014 ശേഷം കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോ പ്രധാനമന്ത്രി എവിടെയെങ്കിലും ഉദ്ധരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയ ചേഞ്ചായിട്ട് മാറിയിട്ടുണ്ട്. തൊഴിലില്ലായ്മ ബീഹാറിലും ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും വലിയ ഡിസ്കഷനാണ്. അത് 1 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ മുദ്രാവാക്യം എന്തായാലും ഈ മേഖലയിൽ വളരെ എഫക്റ്റീവായിട്ട് അവർ ഉന്നയിക്കുന്നുണ്ട്. ഇത് എത്രമാത്രം ഫലപ്രദമാകുന്നു അല്ലെങ്കിൽ അവിടുത്തെ ജയപരാജയങ്ങളെ സ്വാധീനിക്കാൻ പാകത്തിന് വലുതായിരിക്കുമോ എന്നൊന്നും പറയാനാവില്ല. പക്ഷേ അവിടെ ഇതൊരു ചർച്ചയായിട്ട് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ മുഴുവൻ ഈ മേഖലകളിൽ മുഴുവൻ ഈ മോഡി മാജിക്കും ദേശീയതയും സുരക്ഷിതമായിട്ടുള്ള ഇന്ത്യക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യണമെന്നും ഒരു ഹിന്ദു യൂണിറ്റി എന്ന് പറയുന്ന കാര്യങ്ങൾ അല്ലാതെ മറ്റൊരു വിഷയം ഒരു ചർച്ചയായിട്ട് വന്നിട്ടില്ല. പക്ഷേ ഇത്തവണ കാർഷിക മേഖലയിലെ പ്രശ്നമുണ്ട്, വരൾച്ചയുണ്ട്, തൊഴിലില്ലായ്മയുണ്ട്, ഗ്യാസിൻ്റെ വിലക്കയറ്റമുണ്ട്. ഗ്യാസിൻ്റെ മാത്രമല്ല പൊതുവിലക്കയറ്റം, അതിൽ പ്രത്യേകിച്ച് ഈ പാചക ഗ്യാസിൻ്റെ വിലക്കയറ്റമുണ്ട്. അങ്ങനെ മറ്റ് ജീവിത പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രശ്നമാണ്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് ഇവിടെ അടക്കം നമ്മുടെ ഈ മണ്ഡലത്തിൽ മധ്യപ്രദേശിലടക്കം എല്ലാ മണ്ഡലങ്ങളിലും ഇത് വരുന്നുണ്ട്. പക്ഷേ അപ്പോഴും ആളുകൾക്ക് ഇതൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. മോഡിയും BJP തന്നെയാണ് ജയിക്കാൻ പോകുന്നത് എന്നുള്ളൊരു അന്തരീക്ഷവും നിലവിലുണ്ട്. അതൊരു പൊതു ചർച്ച. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ നമ്മുടെ ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ടിൽ പറയുന്നത് പോലെ പൂരാ സമാജ് വിചാരിക്കുന്നത് ഇവർ ജയിക്കാൻ പോവാണ്, നമ്മൾ മാത്രമായിട്ട് എന്ത് ചെയ്യുക എന്നുള്ളൊരു വിചാരവും ആളുകളുടെ ഉള്ളിലുണ്ട് എന്നതായി സംശയം. റൈറ്റ്. അപ്പോൾ ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് പുറമെ BJPയിൽ മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ മത്സരിക്കുന്നത്. വിദിഷയിലാണ് അദ്ദേഹം മത്സരിക്കുന്നത്. കോൺഗ്രസിൽ നിന്ന് മുൻ മുഖ്യമന്ത്രി ദിഗ്വിജയ് സിംഗ് രാജ്ഗഡിൽ സ്ഥാനാർത്ഥിയാണ്. തലപ്പൊക്കമുള്ള നേതാക്കളുടെ ഒരു സാന്നിധ്യം കൂടിയുണ്ട് മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പിൽ. അതിൽ തന്നെ ഈ 2 മുൻ മുഖ്യമന്ത്രിമാർ ശിവരാജ് സിംഗ് ചൗഹാനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കിയതിലുണ്ടായ അതൃപ്തി അത് പരിഹരിക്കാവുന്ന ലക്ഷ്യത്തോടുകൂടിയാണ് അദ്ദേഹത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നത്. ഒന്നാമത്. രണ്ടാമത്, ദിഗ്വിജയ് സിംഗ് അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും മത്സരിച്ച് പരാജയപ്പെട്ടതാണ്. ഇത്തവണ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ തെരഞ്ഞെടുപ്പാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വോട്ടർമാരെ സമീപിക്കുന്നത്. ഈ 2 മുൻ മുഖ്യമന്ത്രിമാരുടെ സ്ഥാനാർത്ഥ്യം അത് ഈ 2 പാർട്ടികൾക്കും ഏത് വിധത്തിലാണ് ഏതെങ്കിലും തരത്തിലുള്ള പ്രയോജനം നൽകാനിടയുണ്ടോ? ഇപ്പോൾ ദിഗ്വിജയ് സിംഗ് കഴിഞ്ഞ തവണ ഭോപ്പാലിൽ മത്സരിച്ച് ആണല്ലോ തോറ്റത്. പക്ഷേ ഇത്തവണ രാജ്ഗഡിലാണ് മത്സരിക്കുന്നത്. പുള്ളിയുടെ ഒരു സ്വന്തം മണ്ഡലമാണ്. പറഞ്ഞ രീതിയിൽ വലിയ രാജകൊട്ടാരവും സംഭവങ്ങളും ഒക്കെയുള്ള അവിടുത്തെ ഒരു വലിയൊരു പ്രമാണിമാരിലൊരാളാണ് അദ്ദേഹം. അവിടുത്തെ ഒരു ലോക്കൽ രാജാവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തുള്ളൊരു മത്സരമായതുകൊണ്ട് കുറച്ചും കൂടി അദ്ദേഹത്തിൻ്റെ അവസാന മത്സരമാണെന്ന് പുള്ളി തന്നെ പറയുന്നു. അവിടെ വലിയ ഒരു സ്വാധീനമെല്ലാം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് അനുജൻ അവിടെ BJPയിലേക്ക് പോയതിന് ശേഷം അവിടെ നിന്ന് ജയിക്കുകയൊക്കെ ചെയ്താണ്. പക്ഷെ അതൊരു ഫാമിലിയുടെ ഒരു ശക്തി കൂടി ആ ജയത്തിനുണ്ടായിരുന്നു എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. അതുപോലെ തന്നെ ദിഗ്വിജയ് സിംഗിൻ്റെ ഒരു മത്സരം കോൺഗ്രസിനെ പൊതുവായിട്ട് അവിടെ എന്തെങ്കിലും പ്രയോജനം ചെയ്യുമെന്നൊന്നും തോന്നുന്നില്ല. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ദിഗ്വിജയ് സിംഗ് വളരെ കാര്യമായിട്ടുള്ള പ്രവർത്തനം നടത്തിയതാണ്. അദ്ദേഹം ഏതാണ്ട് മധ്യപ്രദേശിൻ്റെ മുക്കിലും മൂലയിലും യാത്ര ചെയ്യുകയും അദ്ദേഹം പല സ്ഥലത്തും ജനസഭകൾ വിളിച്ചു കൂട്ടുകയും അവിടെയെല്ലാം കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ ഏകോപിപ്പിക്കുകയും
അങ്ങനെ പലതരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ളതാണ് ദിഗ്വിജയ് സിംഗ്. അതുകൊണ്ട് തന്നെ ആ ആ ആ ഘട്ടത്തിൽ ദിഗ്വിജയ് സിംഗിന് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ഒരു വിജയം ഉണ്ടാക്കാനോ മറ്റോ സാധിച്ചിരുന്നെങ്കിൽ ദിഗ്വിജയ് സിംഗിൻ്റെ ഒരു പോപ്പുലാരിറ്റി കോൺഗ്രസിന് അല്ലെങ്കിൽ അദ്ദേഹം പോപ്പുലർ ആണെന്നോ അദ്ദേഹത്തിന് കോൺഗ്രസിനെ നയിക്കാനായിട്ട് ഇനി സാധിക്കുമെന്നൊക്കെ ഇവരുടെ ഇതുണ്ടായിരുന്നേനെ. പക്ഷേ അതൊന്നും സംഭവിക്കാത്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം കോൺഗ്രസിന് എത്രമാത്രം പ്രയോജനമാവുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹത്തിന് ഇൻഡിവിജ്വലായിട്ട് ആ മണ്ഡലത്തിൽ ജയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള ഓരോ സീറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കാൻഡിഡേച്ചറും വളരെ പ്രധാനമാണ്. മറുവശത്ത് ഇതേപോലെ മാമാജി വീണ്ടും മത്സരിക്കുന്നു. അതാണെങ്കിൽ കഴിഞ്ഞ 2 വർഷമായിട്ടോ മറ്റോ ആയിട്ട് ഈ മറ്റേ BJP ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ജനസംഖ്യൻ്റെയും ഒക്കെ ഒരു വലിയ പ്രധാനപ്പെട്ട താവളമായിരുന്ന മണ്ഡലമാണ് വിദിശ. അവിടെ വാജ്പേയി അടക്കമുള്ള ആൾക്കാർ മത്സരിച്ച് വിജയിച്ചിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒന്ന് തെരഞ്ഞെടുപ്പിന് പ്രചരണത്തിന് ഇറങ്ങേണ്ട ആവശ്യം പോലും അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചു വരവ് എന്തായാലും കോൺഗ്രസ്സിന് വലിയ ഗുണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ വലിയ സംശയമില്ല. കാരണം അവിടെ BJPക്ക് ഗുണം ചെയ്യുന്നുള്ള കാര്യത്തിൽ വലിയ സംശയമില്ല. കാരണം അദ്ദേഹം അവിടുത്തെ BJPയെ വളരെ പോപ്പുലാരിറ്റി കൊടുത്തിട്ടുള്ള നേതാവാണ്. അദ്ദേഹം ഈ സ്ത്രീകളുടെ ഇടയിലൊക്കെ വളരെ പോപ്പുലറാണ്. അദ്ദേഹത്തിന് എല്ലാ മറ്റേ സ്ത്രീകളെയും സഹോദരിമാരും ചെറിയ കുട്ടികളെ ആണെങ്കിൽ മരുമക്കളും ഒക്കെ ആയിട്ട് മാമയുടെ മരുമക്കൾ എന്നുള്ള മട്ടിലാണ് എല്ലാവരും പോകുന്നത്. ഇപ്പോൾ സ്ത്രീകൾക്ക് നേരെ മറ്റേ അവിടെ അതിക്രമം വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനാണ് മാമ ഡൽഹിയിൽ പോകുന്നത് എന്നുള്ള മട്ടിൽ പ്രചരണം നടത്താനും എല്ലാം പറ്റുന്ന തരത്തിലുള്ള എന്തിനും ഒരു ആൻസർ ഉള്ള ഒരു മട്ടിലുള്ളൊരു ആളാണ്. അപ്പോൾ അതുകൊണ്ട് ശിവരാജ് സിംഗ് ചൗഹാൻ്റെ ഒരു സാന്നിധ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഇലക്ഷന് മത്സരിപ്പിക്കാനും തീരുമാനിച്ചത്. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് മോഡിയുടെ മറ്റേ കൈകൾക്ക് ശക്തി പകരാനാണ് പുള്ളി ഡൽഹിയിലേക്ക് പോകുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിലും ഏതെങ്കിലും തരത്തിൽ BJPയിൽ ഒരു പ്രതിസന്ധി ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ സ്വയം ഒന്നാമനായിട്ട് ഉയർത്താനായിട്ട് ശേഷിയുള്ളൊരു ആളാണ് ശിവരാജ് സിംഗ് ചൗഹാൻ. അതിനുവേണ്ടി ശ്രമം പുള്ളി നടത്തും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയമില്ല. റൈറ്റ്. അവസാനമായിട്ട് ഇപ്പോൾ 2019 കിട്ടിയാൽ അധികമൊന്നും BJPക്ക് മധ്യപ്രദേശിൽ ഇനി കിട്ടാനുണ്ടെന്ന് തോന്നുന്നില്ല. 2019 കിട്ടിയ ഒരു സീറ്റിൽ നിന്ന് മുന്നേറാൻ കഴിയുമോ എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ നോട്ടം. വലിയ മാറ്റങ്ങൾക്കൊന്നും സാധ്യതയില്ല മധ്യപ്രദേശിൽ. പക്ഷേ ഏതാനും സീറ്റുകളിലെങ്കിലും ഒരു ശക്തമായ മത്സരം, കോൺഗ്രസിന് ഒരു പക്ഷേ ഒന്നിൽ നിന്ന് കുറച്ചുകൂടെ മുന്നേറാനുള്ളൊരു സാഹചര്യം അതുണ്ടോ മധ്യപ്രദേശിൽ? അതുണ്ട് എന്ന് തന്നെയാണ് ഇതുവരെയുള്ള ഇത്. കാരണം നമുക്ക് പുറമേ കാണുന്ന ഒരു രീതി അനുസരിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏതായാലും ഒരു 5 മുതൽ 10-12 സീറ്റ് വരെയുള്ള സ്ഥലത്ത് ഒരു മത്സരം കാഴ്ചവെക്കാനായിട്ട് കോൺഗ്രസ്സിന് പറ്റിയിട്ടുണ്ട്. അതിൽ തന്നെ ഈ ഒന്നാമത്തെ ഘട്ടത്തിൽ അവർ 3 സീറ്റ് വരെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് അവരെ സംബന്ധിച്ചുള്ളൊരു കുറച്ച് ശക്തി മേഖല കൂടിയാണ്. അവർ പറയുകയാണെങ്കിൽ വേണമെങ്കിൽ കുറച്ച് സീറ്റുകൾ ലഭിക്കാവുന്ന ഒരവസ്ഥ അവിടെ ഉണ്ട് എന്നുള്ളത് എന്നുണ്ട്. അത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം നേട്ടമാണെന്നുള്ളത് മാത്രമല്ല, ഇത്തവണ അവിടെ അവശിഷ്ട കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിൻ്റെ പോരാട്ടം കൂടിയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ കൂടി അപ്രസക്തമായി പോവുകയോ അല്ലെങ്കിൽ ചിന്തുവാട അടക്കം കൈവിട്ടു പോവുകയോ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത കുറേ കാലത്തേക്ക് എന്തായാലും മധ്യപ്രദേശിൽ ഇനി അധികം കോൺഗ്രസ്സുകാർ അവശേഷിക്കുമെന്ന് തോന്നില്ല. കാരണം അത്തരത്തിൽ രീതിയിലേക്കാണ് പോകുന്നത്. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ള കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രതിസന്ധി കൂടിയുണ്ട്. കാരണം ഇനിയിപ്പോൾ BJPയിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്ക് വലിയ ഒരു സ്വീകരണം അവിടെ കിട്ടാനും വഴിയില്ല. കാരണം BJPയിലെ ആകാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ കോൺഗ്രസ്സുകാർ ഇപ്പം തന്നെ ഉണ്ട്. അപ്പോൾ അത് കാരണം തന്നെ ഇവർക്ക് നിലനിൽപ്പിന് വേണ്ടിയിട്ട് പോരാടുക എന്നുള്ളത് മാത്രമേ ഇപ്പോഴത്തെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവിടെ അവരുടെ നിലനിൽപ്പിന് വേണ്ടി ചെയ്യാറുള്ളൂ. അത് കാരണം തന്നെ ഈ ഒരു 10 സീറ്റുകളിലെങ്കിലും അവിടെ ഒരു മത്സരം നടക്കുന്നുണ്ട്. അതിൽ എത്ര സീറ്റ് കിട്ടിയാലും, ഒന്നിൽ കൂടുതൽ എത്ര സീറ്റ് കിട്ടിയാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നേട്ടമാണ് എന്നുള്ളത് തന്നെയാണ്. റൈറ്റ്. അതാണ് മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പ് ചിത്രം. BJP അവരുടെ സർവ അധികാര സമ്പത്തും ഉപയോഗിച്ചുകൊണ്ട് വലിയ മത്സരം നടത്തുന്നു. എന്നിട്ടും പോളിംഗ് ശതമാനത്തിൽ ആദ്യ 2 ഘട്ടങ്ങളിൽ കുറവ് വന്നിരിക്കുന്നു. ഇത് BJPയെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതിലപ്പുറത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ മേൽവിലാസം
ഉറപ്പിക്കാനുള്ള അല്ലെങ്കിൽ ആ മേൽവിലാസമെങ്കിലും നിലനിർത്താനുള്ള മത്സരമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചിന്ദ്വാഡയ്ക്കപ്പുറത്ത് ഒരു സീറ്റ് അധികം പിടിച്ചാൽ അത് കോൺഗ്രസ്സിന് വലിയ നേട്ടമായിരിക്കും മധ്യപ്രദേശിൽ.